അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണിന്ന്. ഇത് വട്ടവടയിലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മോർണിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ദേ ചായ കുടിച്ച് ബാൽക്കണിയിൽ നിൽക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്കിവിടെ തുടങ്ങുവാണ്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ ഞങ്ങൾ ഒട്ടും സമയം കളയാതെ പെട്ടെന്നങ്ങ് റെഡിയായി, പിള്ളേരെയൊക്കെ റെഡിയാക്കി ഞങ്ങൾ ദേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. നമ്മളിവിടുന്ന് ഒരു ജീപ്പ് സവാരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വട്ടവട ഫുള്ള് കറങ്ങാനായിട്ട്. ഇതാണ് ആക്ടിവിറ്റി 2 എന്നുള്ള ഇതിൽ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ഇവിടെയും നല്ല സൂപ്പർ ടേസ്റ്റി ആൻഡ് ക്വാളിറ്റി ഫുഡായിരുന്നു. ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല കേട്ടോ. സാധാരണ ഇപ്പോൾ എല്ലായിടത്തും ഗ്യാസ് ഇല്ല എന്നുള്ള പ്രശ്നങ്ങളുള്ളത് കാരണം ഫുഡിൽ ഭയങ്കര ഇഷ്യൂസൊക്കെ വരാറുണ്ട്. പക്ഷേ ഞങ്ങൾ ചെന്ന പാടിലെല്ലാം നല്ല ഫുഡായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിത് ഇവിടെ ജീപ്പ് ട്രക്കിംഗ് ആരംഭിക്കുകയാണ്. ഇതത്രയും ഡേഞ്ചറല്ല, ഞങ്ങൾ പുളുക്കമല കയറി അത്രയും ഡേഞ്ചർ അല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അമ്മേനെയും കൂടെ കൂട്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല വൈബിൽ നല്ല ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ പോവുമായിരുന്നു. ജോയി എന്ന് പേരുള്ളൊരു ചേട്ടനായിരുന്നു കേട്ടോ ഈ ജീപ്പ് ഓടിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്കാരൻ എറണാകുളത്തുകാരനാണ്, അവിടെ വന്ന് സെറ്റിലായതാണ്. ഓരോ സ്പോട്ട് എത്തുമ്പോഴും നമ്മൾക്ക് കാണിച്ചു തരും ഇന്ന സ്ഥലങ്ങൾ, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ. ഇപ്പോൾ ഈ ചേട്ടൻ നിർത്തി ഞങ്ങളെയൊക്കെ കാണിച്ചു തരുന്നത് അപ്പുറം കൊടൈക്കനാലാണ്. പിന്നെ അതുപോലെ തന്നെ കാണുന്ന എറണാകുളം മഹാരാജാസിൽ പഠിച്ച അഭിമന്യുവിൻ്റെ വീട് ആ ഒരു ഏരിയയിലാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുവാണ്. നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് ടൈഗർ കേവിലോട്ടാണ്. അവിടെ തന്നെ ചെറിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഞങ്ങൾ മാത്രമാണ് പോയത്. അമ്മേനെ ഞങ്ങൾ ജീപ്പിലിരുത്തി, കാരണം അത്രയും എന്താ പറയുക കുറേ നടക്കാനുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അത്രയും നടക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അമ്മേനെ ജീപ്പിലിരുത്തിയിട്ട് ഞങ്ങളങ്ങ് നടന്നു. All I want is staying up till we want to. Tell you what I bet that we could see it new. I wanna let you nothing to prove. Let's go all our ways away. I know that it takes two to get the truth. Tell me baby, what do you say? 'Cause we were just friends and now it's something far over. And I bet that we could find a way closer. Never wanted to put all of this in your head, but I can't say that we're only friends. But I can't say that we're only friends. Something far over, and I bet that we could find a way closer. Never wanted to put all of this in your head, but I can't say that we're only friends. But I can't say that we're only friends. അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് സ്ട്രോബെറി ഫാമിലോട്ടാണ്. ഇവിടെ വന്നപ്പോൾ തൊട്ട് പിള്ളേർക്ക് പോകണമെന്ന് ഒരുപാട് ആഗ്രഹത്തോട് പറഞ്ഞ സ്ഥലമാണത്. സോ ബാക്കി വിശേഷം നമുക്ക് ഫാമിൽ കാണാം.
are we? Paradise seems so far away. Still I try to buy myself some time to get me to that place. All I want is you. Staying up till we want to. Tell you what I bet that we could see it new. I wanna let you. അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറി ഫാമിൽ കയറി ഫ്രഷ് ആയിട്ട് കുറച്ച് വെജിറ്റബിൾസും സ്ട്രോബെറീസൊക്കെ വാങ്ങി നേരെ ഞങ്ങളിനി വട്ടവട വെള്ളച്ചാട്ടം കാണാൻ പോകും. അങ്ങനെ വെള്ളച്ചാട്ടവും എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ തന്നെ ഒരു കഞ്ഞിക്കട ഉണ്ടായിരുന്നു. അവിടെ കയറി നല്ല കപ്പയും മീനും അതുപോലെ കഞ്ഞിയൊക്കെ കുടിച്ചു. പിള്ളേരെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് റിസോർട്ടിലോട്ട് പോയി. അവിടെയാണ് ഞങ്ങളുടെ കാറ് കിടന്നേച്ചത്. റിസോർട്ടിൽ ചെന്ന് കാറെടുത്ത് ഞങ്ങൾ നേരെ പിന്നെ ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള യാത്ര തുടങ്ങുവാണ്. അങ്ങനെ ഞങ്ങൾ ദേ ഇപ്പോൾ ഇവിടെ മാട്ടുപ്പെട്ടി ടീ ഫാക്ടറിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കധികം വീഡിയോ എടുക്കാനുള്ള പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും നമ്മൾ ചോദിച്ചപ്പോൾ ഒരെടുത്തോളാൻ പറഞ്ഞു. മാട്ടുപ്പെട്ടി ടീ ഫാക്ടറിയിൽ വന്ന് നമ്മൾ ടീ എങ്ങനെയാണ് പൗഡേഴ്സ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കാണാൻ വേണ്ടി കയറിയതാണ്. അവിടെ തന്നെ ഒരു സാറുണ്ടായിരുന്നു ഇതിൻ്റെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട്. പിന്നെ അവിടുന്ന് കുറച്ച് ടീ പാക്കറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാം വാങ്ങിച്ച് ചോക്ലേറ്റ്സ്, ഗ്രീൻ ടീ, അതുപോലെ തന്നെ എല്ലാം ഫ്രഷല്ലേ, നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് പിള്ളേരുമായിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല സൂപ്പർ ഒരു റിപ്പിളിൻ്റെ ടീ ഞങ്ങൾ കുടിച്ചു. എൻ്റെ പൊന്നെ, എന്താ പറയുക, ഫ്രഷ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ചായയായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ മല ഇറങ്ങുവാണ്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഞങ്ങളിതേ മൂന്നാർ ടൗണിലെത്തി. മൂന്നാറിനോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനിയും പുതിയ പുത്തൻ വിശേഷങ്ങളുമായി ഞാൻ വരാം. അപ്പോൾ അതുവരെ ബൈ ബൈ.